ദേവീ ശരണം അമ്മേ മഹാലക്ഷ്മീ നമഃ. സർവജ്ഞേ സർവവരദേ സർവ ദുഷ്ടഭയങ്കരി സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഇന്നു മുതൽ നവമ സ്കന്ധത്തിലെ 39-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്യാൻ പോകുന്നത്. നാരായണ ഋഷി നാരദനും ആയിട്ടുള്ള സംവാദം. മഹാലക്ഷ്മിയുടെ സമുദ്ഭവത്തിനെയാണ് ഈ 39-ാമത്തെ അധ്യായത്തിൽ ഇവിടെ നാരദന്റെ ആഗ്രഹപ്രകാരം നാരായണ ഋഷി പറയുന്നത്. നാരായണ പ്രിയ സാചവര വൈകുണ്ഠവാസിനി വൈകുണ്ഠാധിഷ്ഠാതൃദേവി മഹാലക്ഷ്മി സനാതനി. മഹാലക്ഷ്മി ഭഗവാൻ ശ്രീ നാരായണന്റെ പ്രിയപത്നിയായിട്ട് സ്വധാ വൈകുണ്ഠത്തിൽ വിരാജിക്കുന്നു എന്ന് അവിടുന്ന് ഇപ്പോൾ പറഞ്ഞുവല്ലോ. ആ ദേവി എങ്ങനെ ഭൂമിയിൽ സമുദ്രകന്യകയായിട്ട് ജനിച്ചു അല്ലെങ്കിൽ ഭവിച്ചു, ആരാണ് അവളെ സ്തുതിച്ച് പൂജിച്ചത് എന്ന് വിശദമായി പറഞ്ഞാലും എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് അധ്യായം ആരംഭിക്കുന്നത്. ഉത്തരമായിക്കൊണ്ട് നാരായണ ഋഷി പറയാൻ തുടങ്ങണു. പുരാ ദുർവാസസ്യാഭാത് ഭ്രഷ്ടശ്രീശ്ച പുരന്ദര ബഭൂവ ദേവസംഘർച്ഛമർത്യലോകേ ച നാരദ. പണ്ട് ദുർവാസാവിന്റെ ശാപം കൊണ്ട് ദേവ അധിപനായിട്ടുള്ള ഇന്ദ്രനായിട്ടുള്ള പുരന്ദരൻ സകല ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ടവനായിട്ട് മർത്യലോകത്തെത്തി എന്നാ പറയണത്. ലക്ഷ്മി സ്വർഗം ഉപേക്ഷിച്ച് കുപിതയായി ദുഃഖത്തോടുകൂടി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു ചെന്നു. അവിടെ ചെന്ന മഹാലക്ഷ്മിയിൽ തന്റെ സ്വരൂപത്തെ, സ്വർഗലക്ഷ്മിയായിട്ടുള്ള ലക്ഷ്മിദേവി വൈകുണ്ഠത്തിൽ ചെന്ന് തന്റെ സ്വരൂപത്തെ മഹാലക്ഷ്മിയിൽ ലയിപ്പിച്ചു. ഈ സമയത്ത് ദേവന്മാർക്കുണ്ടായ ദുഃഖത്തിന് കണക്കില്ല. അത്യന്തം ദുഃഖിതരായിട്ടുള്ള അവരെല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്നു. പിന്നെ ബ്രഹ്മാവ് എല്ലാ ദേവന്മാരെയും കൂട്ടി സങ്കട നിവാരണത്തിനായിട്ട് നേരെ ഭഗവാൻ ശ്രീഹരിയുടെ അടുത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് പോയി. അങ്ങനെ ദേവന്മാരെല്ലാവരും, ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും തന്നെ സ്വർഗം നഷ്ടപ്പെട്ട് സകല സമ്പത്ത് ഐശ്വര്യങ്ങളും നഷ്ടപ്പെട്ട അവരെല്ലാവരും കൂടിയിട്ട് വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹപ്രകാരം സർവസമ്പൽ സ്വരൂപിണിയായ ലക്ഷ്മീദേവി ഹരിയുടെ ആജ്ഞ അനുസരിച്ചിട്ട് തന്റെ അംശം കൊണ്ട്, കലാംശം കൊണ്ട് സിന്ധുകന്യകയായിട്ട്, സിന്ധു എന്ന് പറഞ്ഞാൽ സമുദ്രം, സിന്ധുകന്യക എന്ന് പറഞ്ഞാൽ സമുദ്രപുത്രിയായിട്ട് ജനിച്ചു. അസുരന്മാരോടുകൂടിയിട്ട് ക്ഷീരസമുദ്രം കടഞ്ഞുകൊണ്ടിരിക്കെ ദേവന്മാർക്ക് മഹാലക്ഷ്മിയെ ആ പാലാഴിയിൽ നിന്നും ലഭിച്ചു. വിഷ്ണു അവളെ ദർശിച്ചു. മഹാലക്ഷ്മി ദേവാദികൾക്ക് വരം നൽകി. മാത്രമല്ല, സന്തുഷ്ടയായിട്ടുള്ള ദേവി ക്ഷീരശായിയായിട്ടുള്ള വിഷ്ണുവിന്റെ അടുക്കലെത്തി അദ്ദേഹത്തെ വർണ്ണമാല്യം അണിയിക്കുകയും ചെയ്തു. ഇതൊക്കെ അഷ്ടമസ്കന്ധത്തിലെ പാലാഴി മഥനം കഥ പറയുന്ന സമയത്ത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും വരുന്നുണ്ട്. ഹേ നാരദരെ, അസുരന്മാരെ കൈയടക്കിയിരുന്നതായിട്ടുള്ള രാജ്യം ദേവന്മാർക്ക് തിരികെ കിട്ടി. പിന്നെ ആ മഹാലക്ഷ്മിയെ പൂജിച്ച ദേവന്മാര് ഒരാപത്തുമില്ലാതെ അവിടെ സുഖമായി വസിച്ചു
എന്ന് അതിനെ പറഞ്ഞപ്പോഴാണ് നാരദൻ ചോദിക്കുന്നത്, കഥം ശാപ ദുർവാസ മുനിശ്രേഷ്ഠ കഥാജന കേന ദോഷേണ വാ ബ്രഹ്മൻ ബ്രഹ്മിഷ്ട തത്വവിൽ പുരാ. ദുർവാസാവ് എപ്പോഴാണ്, എന്തുകൊണ്ടാണ്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇന്ദ്രനെ ശപിച്ചത്? ദേവന്മാർക്ക് ഏത് പ്രകാരത്തിലാണ് എപ്രകാരമാണ് അവർ ഈ സമുദ്രം കടഞ്ഞത്? ഏത് മന്ത്രം ജപിച്ചുകൊണ്ടാണ് അവര് അത് ചെയ്തത്? ആ ദേവിയുടെ ദർശനം അവർക്ക്, മഹാലക്ഷ്മിയുടെ ദർശനം അവർക്ക് ലഭിച്ചത് ദേവേന്ദ്രനും ദുർവാസാവും തമ്മിൽ ഏത് തരത്തിലുള്ള വിവാദമാണ് ഉണ്ടായത്? അതെല്ലാം, ആ കഥയെല്ലാം ദീർഘമായിട്ടൊന്ന് തെളിച്ചു പറയണേ എന്ന് ചോദിക്കുകയാണ് നാരദര്. ഇപ്പൊ ഇവിടെ നാരായണ ഋഷി പറയണു ഉത്തരത്തില്, മധുബാന പ്രമത്തശ്ചത്രൈലോക്യാധിപതി പുരാ ക്രീഡാം ചകാര രഹസിരംഭയാ സഹകാമുക. ഹേ നാരദ, പണ്ട് ത്രിലോകത്തിനും അധിപതിയായിട്ടുള്ള ദേവേന്ദ്രൻ മധുപാന പ്രമത്തനും കാമപീഡിതനുമായിട്ട് രംഭയോടൊത്ത് രഹസ്യമായിട്ട് രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കാമാസക്തനായിട്ട് ഇരിക്കുന്ന സമയത്ത് വൈകുണ്ഠത്തിൽ നിന്ന് പുറപ്പെട്ട കൈലാസത്തിലേക്ക് പോകുന്ന ദുർവാസാവിനെ ദേവേന്ദ്രൻ കണ്ടു. ബ്രഹ്മ തേജസ്സുകൊണ്ട് ഉജ്ജ്വലനായിരുന്നു ആ ദുർവാസാവ് മഹർഷി. പിന്നെ ആ ദുർവാസാവ് മഹർഷിയുടെ പ്രഭാവമൊക്കെ അവിടെ പറയുന്നുണ്ട് 2-3 ശ്ലോകങ്ങളിൽ കൂടി. അങ്ങനെ ദുർവാസാവിനെ കണ്ട ഉടൻ തന്നെ ദേവേന്ദ്രൻ ശിരസ്സു താഴ്ത്തി ദുർവാസാവിനെ നമസ്കരിച്ചു. സന്തുഷ്ടനായ ദുർവാസാവ് തന്റെ ശിഷ്യഗണങ്ങളോടുകൂടി സ്തുതിച്ചു ദേവേന്ദ്രൻ ദുർവാസാവിനെ. ദുർവാസാവ് ഇന്ദ്രന് ശുഭാശിസ്സുകൾ നൽകി. വിഷ്ണു നൽകിയിരുന്ന അതിമനോഹരമായ പാരിജാത പുഷ്പവും ഇന്ദ്രന് സമ്മാനിച്ചു എന്നാണ് പറയണത്. ഇവിടെ വിഷ്ണുദത്തം പാരിജാത പുഷ്പം ചസ്സു മനോഹരം എന്നാണ് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഭാഗവത പുരാണത്തില് ദേവ സ്ത്രീകള് പാരിജാത പുഷ്പം കൊണ്ടുള്ള ഒരു മാലയുണ്ടാക്കി ദുർവാസാവിന് സമർപ്പിച്ചുവെന്നും ആ മാല പുഷ്പമാലയാണ് ഇന്ദ്രന് ദുർവാസാവ് കൊടുത്തത് എന്നുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ വിഷ്ണു കൊടുത്ത പാരിജാത പുഷ്പം ദുർവാസാവിന് കൊടുത്തിരുന്നതായിട്ടുള്ള പാരിജാത പുഷ്പം ദുർവാസാവ് ഇന്ദ്രന് കൊടുത്തു എന്ന് പറയുകയാണ്. ജര, രോഗം, മൃത്യു നശിപ്പിക്കുന്നതായിട്ടുള്ള ആ പുഷ്പം ദുർവാസാവ് കൊടുത്തതിനെ ദേവേന്ദ്രൻ സ്വീകരിച്ചു. എന്നിട്ടോ ഐരാവതത്തിന്റെ മസ്കത്തിൽ വെക്കുകയും ചെയ്തു. ആ പുഷ്പത്തിന്റെ സ്പർശം കൊണ്ട് ഉണ്ടായ പുഷ്പസ്പർശമുണ്ടായ അതേ സമയത്ത് ഐരാവതം എന്ത് ചെയ്തു? രൂപം, ഗുണം, തേജസ്, പ്രായം എന്നിവ കൊണ്ട് ആകസ്മികമായിട്ട് വിഷ്ണുതുല്യനായി തീർന്നു എന്നാ പറയണത്. എന്നിട്ട് ആ ഇന്ദ്രനെയും ഉപേക്ഷിച്ച ഘോരമായ കാനനത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി എന്ന് പറയാ ഐരാവതം. സ്വതേജോബലം കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ ഇന്ദ്രന് കഴിഞ്ഞില്ല. താൻ സമ്മാനിച്ച ആ പാരിജാത പുഷ്പം ദേവേന്ദ്രൻ അങ്ങനെ നഷ്ടപ്പെടുത്തിയത് ദുർവാസാവ് കണ്ട് കുപിതനായി അദ്ദേഹത്തിനെ ശകാരിക്കുകയും കോപിക്കുകയും ശപിക്കുകയും ചെയ്തു എന്ന് പറയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ഇന്ന് സമയം കഴിഞ്ഞിരിക്കെ നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ.